ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ചൈനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ ഇന്ത്യക്കും ചൈനയ്ക്കും ഏതാണ്ട് ഒരേ സമയത്ത് സ്വതന്ത്രം കിട്ടിയ ഒരു രാജ്യമാണ് ചൈനയും ഇന്ത്യയും. അപ്പം ചൈന നമ്മുടെ ഇന്ത്യ പോലെയല്ല, ഇന്ത്യനെക്കാട്ടി കുറേ ഭയങ്കരമായിട്ട് ലാർജായിട്ടുള്ള ഒരു കൺട്രിയും കൂടിയാണ് ചൈന. അപ്പം നമുക്കറിയാമല്ലേ, ചൈനയിലെ ഒരുപാട് പ്രൊഡക്ഷൻസ് നടക്കുന്നതും പ്രൊഡക്ഷൻ അവിടെ ഭയങ്കര ചീപ്പ് ആണെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പം പണ്ട് ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ചൈന മൊബൈൽസ് എന്ന് പറയുന്ന ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒന്നാണല്ലോ അല്ലേ. അപ്പം ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് ചൈനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇപ്പം ഒരു 3-4 വർഷം മുന്നേ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ചൈനയിൽ നിന്ന് നമ്മൾ പോയിട്ട് ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമുക്കതുകൊണ്ട് നാട്ടിലത് വിൽക്കാമെന്നും ഒക്കെയുള്ള ഇതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴുമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് ആസ് എ ബിസിനസ്മാൻ. അപ്പം ഇപ്പം പലരുടെയും ഒരു ഇതെന്ന് പറയുന്നത്, പലർക്കും ഒരു ഇതുണ്ടാവും. ഇപ്പം നമ്മൾ ചൈനയിൽ എങ്ങനെ പോകും, എങ്ങനെ നമുക്ക് വേണ്ട സപ്ലയേഴ്സിനെ കണ്ടെത്തും, എങ്ങനെ പ്രൊഡക്ഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മുടെ മനസ്സിലൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു ആകുലത ഉണ്ടാവില്ലേ. റൈറ്റ് സപ്ലയേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ലാംഗ്വേജ് ബാരിയർ, ഇപ്പോൾ ചൈനീസ് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാരിയർ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട്, നമുക്ക് എങ്ങനെ അവരെ നല്ലൊരു സപ്ലയറെ കണ്ടെത്താൻ പറ്റും എന്നുള്ളത്. പൊതുവേ നമുക്ക് ലാംഗ്വേജ് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ എപ്പോഴും അതിനെ നീട്ടി വെക്കാറാണ് പതിവ്. അപ്പം ചൈന 1957 മുതൽ ഒരു കാൻറ്റോൺ ഫെയർ എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ എല്ലാ കൊല്ലവും വർഷത്തിൽ 2 തവണ ഈ എക്സിബിഷൻ നടത്താറുണ്ട്. 1957 മുതലാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശവും ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് വേണ്ട, ഇപ്പം നമ്മുടെ മൈൻഡിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട സപ്ലയേഴ്സിനെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും ഒരു റൈറ്റ് സപ്ലയേഴ്സിനെ കണ്ടെത്താനുമുള്ള ഒരു എക്സിബിഷനാണത്. ഇത് 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ഓരോ സ്റ്റേജ് 5 days ആയിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് മേഖല, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ആദ്യത്തെ ഫേസിൽ വരുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫർണിച്ചർ പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. മൂന്നാമത്തെ വരുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മൂന്നാമത്തെ ഫേസ് വരുന്നത്. അപ്പം ഈ കൊല്ലത്തെ കാൻറ്റോൺ ഫെസ്റ്റ് നടക്കുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ 16 മുതലാണ്, ഏതാണ്ട് 17 തീയതിക്കുള്ളിലാണ് ഈ കൊല്ലം ഇത് സ്റ്റാർട്ടാകുന്നത്. അപ്പം ആർക്കേലും ഇപ്പോൾ ചൈനയിൽ പോയിട്ട് അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് വേറെ പല രാജ്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഇത് നല്ലൊരു അവസരമാണ്. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ നമ്മുടെ സ്കെയിലപ്പ് എന്ന് പറഞ്ഞ ഇതിൻ്റെ നമ്മുടെ പെരിന്തൽമണ്ണയെ വെച്ചിട്ടൊരു നജീബ് MLA ഒരു പ്രോഗ്രാം നടന്നിരുന്നു. അതുവഴിയാണ് ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അപ്പം ഇവര് എല്ലാ കൊല്ലവും ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഈ ഫെസ്റ്റിന് വേണ്ടി പോകാറുണ്ട്. അപ്പം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ. അപ്പം ഈ പ്രാവശ്യം അവർ പോകാൻ ഉദ്ദേശിക്കുന്നതും ഏതാണ്ട് ഒക്ടോബർ 15-16 ആ ടൈമിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും ഫോൺ നമ്പേഴ്സും കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ആ നമ്പറിൽ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇപ്പം ഏതാണ്ട് നമുക്ക് ഒരു
ടിക്കറ്റ് ഇല്ലാതെ ഒരു 1,80,000 to 2 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരും. ടിക്കറ്റ് പുറമേയും വരും. അതിൽ നമ്മുടെ അക്കോമഡേഷന്, നമുക്ക് ചൈനയുടെ സിമ്മ്, ഫോറക്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ട്രാവലിംഗ് ഒക്കെ അവർ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ടീം ലീഡർ ഏതാണ്ട് 15 വർഷമായിട്ട് ചൈനയിൽ താമസിക്കുന്ന ഒരാളാണ് ഈ സ്കെയിലപ്പ് കൂടി നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊല്ലത്തെ കാൻറ്റൺ ഫെസ്റ്റിൽ പങ്കെടുക്കുക, അത് എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് ആ കാൻറ്റൺ ഫെസ്റ്റിൽ പോയിട്ട് മാക്സിമം എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ ഒപ്പം പോയാൽ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യും. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ചൈന എക്സ്പ്ലോർ ചെയ്യാം, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകാം. ഷാങ്ഹായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിന്റെ ഫെസ്റ്റ് നടക്കുന്നത്. അതിന്റെ പഴയ പേരാണ് കാൻറ്റൺ എന്ന് പറയുന്നത്. അപ്പം പിന്നെ അതേപോലെ നിങ്ങൾക്ക് ബുള്ളറ്റ് ട്രെയിൻ 300 കിലോമീറ്റർ വേഗതയിലുള്ള ബുള്ളറ്റ് ട്രെയിനിൽ നിങ്ങൾക്ക് പോകാനും അവിടുത്തെ മെയിൻ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ക്യാപിറ്റൽ സിറ്റി ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം ഇതിൽ കൂടെയുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ ബ്രാൻഡിനെ വേറെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ഫെസ്റ്റാണ്. നിങ്ങൾ മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യുക.